DBank പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് SafePal എന്ന് പറയുന്ന വാലറ്റ് ഡൗൺലോഡ് ചെയ്ത് അതിലോട്ട് ഡായി മാറ്റിക്ക് സ്റ്റേക്കിങ്ങിലോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ആദ്യമായിട്ട് SafePal ഡൗൺലോഡ് ചെയ്യുന്നവർ പ്ലേ സ്റ്റോറിൽ പോവുക അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോവുക, SafePal ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനൊരു പേജ് വരും. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു പേജ് വരും. അപ്പോൾ അതിൽ ഏറ്റവും താഴെ ഐ ഹാവ് റീഡിൽ ടിക്ക് ചെയ്യുക, ഗെറ്റ് സ്റ്റാർട്ടറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്കൊരു പുതിയൊരു 6 അക്ക നമ്പർ ലോക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറയും. നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്നത് പോലെ ഞങ്ങളൊരു 6 അക്ക നമ്പർ, കാരണം ഇനിയുള്ള നമ്മുടെ അങ്ങോട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും ഈ 6 അക്കം കൊടുത്തുകൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യേണ്ട ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഇഷ്ടമുള്ളൊരു 6 അക്ക നമ്പർ കൊടുക്കുക. നെക്സ്റ്റ് പേജിൽ അതൊന്നുകൂടി കൊടുക്കുക. അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫേസ് ലോക്ക് അല്ലെങ്കിൽ ഫിംഗർ ലോക്ക് ആക്ടിവേറ്റ് ചെയ്യാനുള്ളത് വരും. അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യാം. ഇപ്പോൾ നിലവിൽ ഫേസ് ലോക്ക് അല്ലെങ്കിൽ ഫിംഗർ ലോക്ക് ആൾറെഡി ഉള്ളതാണെങ്കിൽ അത് നമ്മൾ ജസ്റ്റ് കൊടുത്താൽ മാത്രം മതി. അത് ഇതുവരെ ആക്ടിവേഷൻ ചെയ്തിട്ടില്ലാത്ത എന്നാൽ ആ സംവിധാനം ഉള്ള ഫോണാണെങ്കിൽ അതൊന്ന് ആക്ടിവേഷൻ ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് എല്ലാ പ്രോസസ്സും ചെയ്യാൻ പറ്റും. സോ അത് കഴിയുമ്പോൾ സ്റ്റാർട്ട് SafePal ജേണി കാണിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ അവിടെ സോഫ്റ്റ്വെയർ വാലറ്റ്, ഹാർഡ്വെയർ വാലറ്റ് വരും. അതിൽ സോഫ്റ്റ്വെയർ വാലറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ ക്രിയേറ്റ് എ ന്യൂ വാലറ്റ്, ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ക്രിയേറ്റ് എ ന്യൂ വാലറ്റാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി ആൾറെഡി മറ്റ് പല വാലറ്റുകൾ ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ അതിൻ്റെ സീക്രട്ട് ഫേസ് ഇവിടെ ഇമ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇമ്പോർട്ടിൽ മൈ മിനമോണിക് ഫ്രേസ് എന്ന് പറയുന്നത് 12 വേർഡ്സ് ആണ്. ആ 12 വേർഡ്സ് ആ ഓർഡറിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പഴയ വാലറ്റ് നമുക്കിതിലോട്ട് ഇൻസ്റ്റാൾ ആവും. അതല്ല ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ക്രിയേറ്റ് എ ന്യൂ വാലറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇഷ്ടമുള്ളൊരു പേര് നിങ്ങൾക്ക് കൊടുക്കാം. അത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഇനിയാണ് നമ്മളെ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം വരുന്നത്. അതായത് നമുക്ക് ഒരു 12 വേർഡ്സ് നെക്സ്റ്റ് വരുന്നുണ്ട്. ഈ വേർഡ്സാണ് നിങ്ങളുടെ സീക്രട്ട് കോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നാളൊരു കാലത്ത് നമുക്ക് ഈ ഫോൺ മിസ്സായി പോയാലോ അല്ലെങ്കിൽ ഈ ആപ്പ് അൺഇൻസ്റ്റാൾ ആയി പോയി കഴിഞ്ഞാലോ ഈ 12 വേർഡ്സ് നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിലുള്ള അസറ്റ് റീറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ 12 വേർഡ്സ് സേവ് ചെയ്യുക എന്നുള്ളത്. സോ ഇവിടെ നമുക്ക് 2 ഓപ്ഷനുണ്ട്. ഒന്ന് ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ്. നിങ്ങൾ ഗൂഗിൾ ഡ്രൈവോ അല്ലെങ്കിൽ iCloud ഡ്രൈവോ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്ത് പോകാം. അതല്ല എന്നുണ്ടെങ്കിൽ ബാക്കപ്പ് മാനുവലി സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ 12 വേർഡ്സ് നിങ്ങൾക്ക് തന്നെ എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ സൂക്ഷിച്ച് വയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ബാക്കപ്പ് മാനുവലിയാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ ഈ 12 വേർഡ്സ് വരും. ഈ 12 വേർഡ്സ് ഒരു അതേ ഓർഡറിൽ സ്മോൾ ലെറ്ററിൽ എഴുതിയെടുക്കുക. 1 എഴുതിയിട്ട് ആദ്യം കാണുന്ന ബേഡ് ആണെങ്കിൽ ബേഡ് എഴുതുക, 2 ഓക്സ് ആണെങ്കിൽ ഓക്സ് എഴുതുക. ദെൻ അടുത്ത് ഓരോ കാണുന്നതും അതേപോലെ ഓർഡറിൽ എഴുതിയെടുക്കുക. ഏറ്റവും സേഫ് അതാണ്. ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുന്നത് അത്ര സേഫ് അല്ല. കാരണം നാളൊരു കാലത്ത് ഇതിൽ ഒരുപാട് അസറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അസറ്റും ആ വ്യക്തിക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും സേഫ് ഡയറിയിലോ ബുക്കിലോ എഴുതി വയ്ക്കുക എന്നുള്ളതാണ്. സോ അത് എഴുതിയെടുത്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ എഴുതിയെടുത്ത 12 വേർഡ്സ് അതിന് ഡിസോർഡറായിട്ട് കിടക്കും. അതിനെ ഓർഡറിൽ സെലക്ട് ചെയ്യുക. ഉദാഹരണത്തിന് ബേഡാണ് നിങ്ങൾ ബുക്കിൽ എഴുതിയതെങ്കിൽ ബേഡ് താഴെ എവിടെയെങ്കിലും കാണും. അത് കറക്റ്റ് ബേഡ് ആദ്യം സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 1 by 1 ആയിട്ട് നിങ്ങളുടെ ബുക്കിൽ എഴുതിയ അതേ ഓർഡറിൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വാലറ്റ് ക്രിയേറ്റ് ആവും. വാലറ്റ് ക്രിയേറ്റ് ആയാൽ ഈ രീതിയിലാണ് നമ്മുടെ വാലറ്റ് ഓപ്പൺ ആയിരിക്കുക. അതിൽ വാലറ്റ് ഏറ്റവും താഴെ മാർക്കറ്റ്, എക്സ്പ്ലോറർ, സ്വാപ്പ് ചെയ്യാണ് ഇങ്ങനെ ഇൻ്റർഫേസ് ഇങ്ങനെ ഇരിക്കും. സോ ഇതിന് ശേഷം നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റ് പോളിഗൺ എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിനിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു കോൺട്രാക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നിലവിൽ ഓൾ ബ്ലോക്ക് ചെയിനാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും മുകളിൽ 0 BTC, അതിൻ്റെ താഴെ സെൻഡ്, റിസീവ്, ബൈ, അതിന് താഴെ ഒരു സെർച്ച് ബട്ടണുണ്ട്. അതിൻ്റെ വലത് ഭാഗത്ത് ഒരു ഓൾ ഉണ്ട്. ഓൾ മീൻസ് ഓൾ ബ്ലോക്ക് ചെയിൻ ആണ്. സോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മാറ്റിക് സെലക്ട് ചെയ്യണം, പോളിഗൺ സെലക്ട് ചെയ്യണം. സോ ഓളിൽ ക്ലിക്ക് ചെയ്യുക. മുകളിലൊരു ഓക്കെ കൊടുക്കുന്നുണ്ട്, ഓക്കെയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴോട്ട് നിങ്ങൾക്ക് കാണാം വയലറ്റ് കളറിൽ പോളിഗൺ, അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ അതിൽ നിലവിൽ മാറ്റിക്കാണ് കിടക്കുന്നത്. മാറ്റിക് മാത്രമല്ല നമുക്ക് ഡായും ചെയ്യേണ്ടവർക്ക് ഡായി കൂടി ആഡ് ചെയ്യാം. അതുപോലെ നമുക്ക് USDT ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ അതിൽ മാനേജ് കോയിൻസിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് മുകളിൽ സെർച്ചിൽ ഡായി ടൈപ്പ് ചെയ്യുക, DAI ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഡായി ഓൾമോസ്റ്റ് എല്ലാ ബ്ലോക്ക് ചെയിനിലും ഉള്ളതുകൊണ്ട് തന്നെ താഴോട്ട് വന്നിട്ട് ഡായി പോളിഗൺ നമുക്ക് ആഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കാണാം ഇതിൽ ഡായി പോളിഗൺ, അതിൻ്റെ വലത് ഭാഗത്തൊരു പ്ലസ് സിമ്പലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ
ഡായി പോളിഗൺ ഫ്രണ്ട് പേജിൽ ആഡായിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് USDT ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രോജക്റ്റിൽ ഡായി മാറ്റിക്കുമാണ് നമ്മൾ സ്റ്റേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡായി മാറ്റിക്കും എല്ലാ എക്സ്ചേഞ്ചിലും നമുക്ക് ബൈ ചെയ്യാൻ കിട്ടില്ല. പക്ഷേ USDT ഓൾമോസ്റ്റ് എല്ലാ എക്സ്ചേഞ്ചിലും വാങ്ങാൻ പറ്റും. ബിനാൻസിലാണെങ്കിലും അതുപോലെ ബൈബിറ്റ് ആണെങ്കിലും എല്ലാത്തിലും വാങ്ങാൻ കിട്ടും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് USDT ഇവിടെ കൊണ്ടുവന്ന് അതിനെ കൺവേർട്ട് ചെയ്ത് മാറ്റിക്കും ഡായും ആക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് USDT പോളിഗൺ കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ബിനാൻസിൽ നിന്നാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുമ്പോൾ USDT പോളിഗൺ സെലക്ട് ചെയ്യാം. അപ്പോൾ അത് ഇവിടെ വരും. വന്നതിന് ശേഷം നമുക്കതിനെ സ്വാപ്പ് ചെയ്ത് മാറ്റിക്കും ഡായും ആക്കാം. സോ നമ്മളിവിടെ ഡായി മാറ്റിക് USDT ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്, ഈ വാലറ്റിനെ സേഫ്പാലിൻ്റെ ഈ വാലറ്റ് നിങ്ങളുടെ വാലറ്റിനെ ബാങ്കുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു മാറ്റിക്ക് നമ്മുടെ ഗ്യാസ് ഫീസായിട്ട് ഉണ്ടാവണം. ആ മാറ്റിക്ക് നമ്മുടെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ എക്സ്ചേഞ്ചിൽ നിന്നോ കൊണ്ടുവരിക. അതല്ലെങ്കിൽ നമുക്ക് ആക്ടിവേഷൻ ചെയ്യേണ്ടതിൻ്റെ കൂടെ ഒരു മാറ്റിക്ക് എക്സ്ട്രാ കൊണ്ടുവരിക. ഉദാഹരണത്തിന് നമുക്ക് 1000 മാറ്റിക്കാണ് സ്റ്റേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ 1001 മാറ്റിക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ 1002 മാറ്റിക്ക് കൊണ്ടുവരിക. ആ ബാലൻസ് ഹോൾഡ് ചെയ്തതിന് ശേഷം ബാക്കി നമ്മൾ സ്റ്റേക്ക് ചെയ്യാം. സോ നമ്മളിവിടെ മാറ്റിക്ക് ഇവിടെ കൊണ്ടുവന്നു. അതിൻ്റെ അഡ്രസ്സ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാറ്റിക്കിൽ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് മാറ്റിക്കിൽ ക്ലിക്ക് ചെയ്തു, അവിടെ റിസീവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു QR കോഡും അതിൻ്റെ താഴെ കോപ്പി എന്ന് കാണും. ആ കോപ്പിയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വിഡ്രോ ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്താണ് നിങ്ങൾക്ക് അയക്കുന്നതെങ്കിൽ ഈ അഡ്രസ്സ് അദ്ദേഹത്തിന് വാട്സപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടുന്ന മാറ്റിക്കൽ ഡായി അയച്ചു തരും. സോ അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് ഈ വാലറ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ അതിൻ്റെ പ്രോസസ്സിലോട്ട് പോവാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഏറ്റവും താഴെ നടുഭാഗത്തായിട്ട് എക്സ്പ്ലോറർ എന്ന് നിങ്ങൾക്ക് കാണാം. ആ എക്സ്പ്ലോറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പേജാണ് വരിക, ഡാപ്പ് ഗൈഡ്. അപ്പോൾ അതിൽ ജസ്റ്റ് താഴെ ടിക്ക് ചെയ്യുക, വ്യൂ ഡാപ്പ് സ്റ്റോറിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സെർച്ച് ബാർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാം ഡി ആപ്പിൻ്റെ തൊട്ട് താഴെ ആ സെർച്ചിൽ നമ്മുടെ ലിങ്ക്, ഡയലൻ ബാങ്കിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യുക. ഇല്ലെങ്കിൽ ടൈപ്പ് ചെയ്താലും മതി. ടൈപ്പ് ചെയ്യാനാണെങ്കിൽ വളരെ ലളിതമാണ്. theDylanbank.io theDylanbank.io അത് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ വലത് ഭാഗത്ത് എതേറിയം ബ്ലോക്ക് ചെയിൻ്റെ സിമ്പിൾ കാണാം. സോ എതേറിയത്തിലല്ല നമ്മുടെ പ്രൊജക്റ്റ്, പോളിഗണിലാണ്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം പോളിഗൺ വീണ്ടും സെലക്ട് ചെയ്യുക. അതിന് ശേഷം ഗോയിൽ ക്ലിക്ക് ചെയ്യുക. ഗോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സെക്യൂരിറ്റി വാർണിംഗ് കാണിക്കും. ജസ്റ്റ് അത് ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആവും. ബാങ്കിൻ്റെ ഇൻ്റർഫേസ് വെബ്സൈറ്റ് ഓപ്പണായി. ഇനി നമുക്ക് നിങ്ങളുടെ വാലറ്റിനെ കണക്ട് ചെയ്യുന്ന പ്രോസസ്സിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ പേജിൽ താഴോട്ട് നിങ്ങളൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ അവിടെ രജിസ്റ്റർ നൗ എന്നൊരു ഓപ്ഷൻ കാണും. ഇവിടെ നമുക്ക് മറ്റൊരു വ്യക്തി റെഫർ ചെയ്താൽ മാത്രമേ നമുക്ക് ബാങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് നിങ്ങളെ ആരാണ് സ്പോൺസർ ചെയ്യുന്നത് ആ വ്യക്തിയുടെ വാലറ്റ് അഡ്രസ്സ് വാങ്ങുക. വാലറ്റ് അഡ്രസ്സ് മേടിക്കാൻ വളരെ സിമ്പിളാണ്. നമ്മൾ നേരത്തെ എങ്ങനെയാണോ മാറ്റിക്ക് നമ്മൾ മറ്റൊരു വാലറ്റിൽ നിന്ന് ഇതിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി അഡ്രസ്സ് എടുത്തത്, അതേ അഡ്രസ്സ് തന്നെയാണ് നമ്മുടെ അപ്ലൈൻ്റെ വാങ്ങേണ്ടത്. അദ്ദേഹത്തിൻ്റെ റെഫറൻസ് എന്ന് പറയുന്നത് അതാണ്. സോ അത് 0 തുടങ്ങുന്ന ഒരു നീളത്തിലുള്ള ഒരു ഇതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ അവിടെ രജിസ്റ്റർ നൗവിൽ ക്ലിക്ക് ചെയ്യുന്നു. ഡു യു ഹാവ് എ റെഫറൽ ID യെസ് കൊടുക്കുക. അപ്പോൾ ഇവിടെയാണ് സ്പോൺസർ ID ചോദിക്കുന്നത്. ആ വ്യക്തിയുടെ വാലറ്റ് അഡ്രസ്സ് അവിടെ പേസ്റ്റ് ചെയ്യുക. ടിക്കിൽ ക്ലിക്ക് ചെയ്യുക, കണക്റ്റ് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഗ്യാസ് ഫീസ് ചോദിക്കും, കാരണം ഇത് ബ്ലോക്ക് ചെയിൻ വഴിയാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇത് വാലിഡേറ്റേഴ്സിന് പോകുന്ന ഒരു ഫീസാണ്. സോ അവിടെ കൺഫേമിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ലോക്ക് ചോദിക്കും. നിങ്ങൾ കൊടുത്ത ആറക്കമായിരിക്കാം, അല്ലെങ്കിൽ ഫേസ് ലോക്കോ ഫിംഗർ ലോക്കോ ആയിരിക്കാം. എന്താണോ കാണിക്കുന്നത് അത് കറക്റ്റായിട്ട് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അത് സക്സസ് ആവും. സോ സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ലോഗിനായി രജിസ്റ്റർ സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. ഇനിയാണ് നമ്മുടെ സ്റ്റേക്കിങ്ങിലോട്ട് പോകുന്നത്. ഇനി നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ കൂടുതൽ സമയം എടുക്കുന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ നേരത്തെ കണ്ടതുപോലെ കൺഫേമിൽ ക്ലിക്ക് ചെയ്തു, ഗ്യാസ് ലോക്കൊക്കെ കൊടുത്തു, പക്ഷേ രജിസ്റ്റർ ആവുന്നില്ല, അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെ സാഹചര്യം എപ്പോഴും വരില്ല. അങ്ങനെ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതാ ഈ വെബ്സൈറ്റിൻ്റെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാം ഒരു 3 ഡോട്ട് നിങ്ങൾക്ക് കാണാം, മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നെറ്റ്വർക്ക് സെറ്റിംഗ് പോളിഗൺ അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ 4 വാലിഡേറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാണും. അതിൽ ഏറ്റവും താഴെ കാണുന്ന rpc.com എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക, കൺഫേം കൊടുക്കുക. അതിനുശേഷം പ്രോസസ്സിലോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും, ഇത് രജിസ്ട്രേഷൻ വാലറ്റ് കണക്ഷൻ മാത്രമല്ല, സ്റ്റേക്കിംഗ് ചെയ്യുമ്പോഴാണെങ്കിലും ഇനി അങ്ങോട്ട് പോകുന്ന ഏത് പ്രോസസ്സും സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ അത് ക്ലിയർ ആവും.
ഇനി അടുത്ത് നമുക്ക് സ്റ്റേക്കിങ്ങിലോട്ട് പോകാം. നമുക്കിവിടെ മാറ്റിക്കും ഉണ്ട്, ഡായും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏതാണോ സ്റ്റേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ആൾറെഡി നമ്മുടെ വാലറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ടാവണം. കൊണ്ടുവന്നു എന്ന് കരുതുക. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റിക്കിൽ സ്റ്റേക്ക് നൗവിൽ ക്ലിക്ക് ചെയ്യാം. ഡായി ആണ് ചെയ്യുന്നതെങ്കിൽ ഡായിയുടെ സ്റ്റേക്ക് നൗവിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പേജ് വരും. അവിടെ എമൗണ്ട് ടൈപ്പ് ചെയ്യണം. ഉദാഹരണത്തിന് 100 നിങ്ങൾക്ക് സ്റ്റേക്ക് ചെയ്യേണ്ടതെങ്കിൽ അവിടെ 0 കാണിക്കുന്ന സ്ഥലത്ത് അത് 100 ആക്കുക. അതിനുശേഷം സ്റ്റേക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഗ്യാസ് ഫീസും കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും സ്റ്റേക്കിംഗ് ഡൺ എന്ന് വരും. സോ ഇത് സ്റ്റേക്ക്ഡ് എന്ന് കാണിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ പേജിൽ കാണുന്ന പോലെ 1120 മാറ്റിക്ക് സ്റ്റേക്ക് ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾ എത്രയാണോ, ഇപ്പോൾ ഡായി 1111 ആണെങ്കിൽ അത് കാണിക്കും. 10 മാറ്റിക്കും 10 ഡായി എത്രയാണോ അതിന് മേളിലോട്ട് ചെയ്യുന്നത് അത് അവിടെ കാണിക്കും. സോ ഇത്രയുമാണ് സ്റ്റേക്കിംഗ് ചെയ്യുന്നവരെയുള്ള പ്രോസസ്സ്. ഇനി നമ്മൾ ലോഗിൻ ചെയ്യേണ്ടെന്ന് വേറെ രീതിയൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ ഓരോ തവണയും ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഹോം പേജിലോട്ട് പോകും. ഹോം പേജിൽ പോകുമ്പോൾ ഈ 3 വരയിൽ ക്ലിക്ക് ചെയ്യുക. വരയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണക്റ്റ് വാലറ്റ് എന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ലോഗിൻ ചെയ്യാം. ഇനി അവിടെ ലോഗൗട്ട് എന്നാണ് കിടക്കുന്നതെങ്കിൽ മുകളിൽ സ്റ്റേക്കിങ്ങിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഡാഷ്ബോർഡിലോട്ട് പോകും. ഇനി ഈ ഡാഷ്ബോർഡിൽ നിന്ന് നമുക്ക് ക്ലിക്ക് ചെയ്താൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. ഒന്ന്, നമ്മുടെ റെഫറൽ ലിങ്ക്, നമുക്ക് വാലറ്റ് അഡ്രസ്സ് തന്നെയാണ് റെഫറൽ ലിങ്ക്. നമുക്ക് അവിടെ നിന്നും കോപ്പി ചെയ്യാം, അല്ലാതെ ഇവിടെ നിന്നും കോപ്പി ചെയ്യാം. അപ്പോൾ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യുക. അവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ മൈ റെഫറൽ ലിങ്ക് കാണും. വീണ്ടും താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോജക്റ്റിൻ്റെ സ്മാർട്ട് കോൺട്രാക്റ്റ് അഡ്രസ്സ് കിട്ടും. അത് ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഈ അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് ഗൂഗിൾ വഴിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സേഫ്പാൽ വഴി നമുക്ക് ലോഗിൻ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും, എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. അതെങ്ങനെയെന്നുള്ളതുകൂടി നോക്കാം. ആ അഡ്രസ്സ് അവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം സേഫ്പാലിൻ്റെ ഡി ആപ്പിൽ നമ്മൾ നേരത്തെ ഡയൽ ബാങ്കിന് പകരം ഈ അഡ്രസ്സ് പേസ്റ്റ് ചെയ്ത് ഗോ കൊടുക്കുമ്പോൾ ഈ പേജ് ഓപ്പൺ ആവും. നമുക്ക് 2 രീതിയിൽ വിഡ്രോവലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതൊന്ന് പോളിഗൺ വഴിയും 2 ഡി ബാങ്ക് വഴിയാണ്. കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഈ പ്രോജക്റ്റ് നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇതിൽ കോൺട്രാക്റ്റ് സെലക്ട് ചെയ്താൽ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട കോഡിങ് നിങ്ങൾക്ക് കാണാം. സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനൊക്കെ ഇത് കണ്ടാൽ കുറേ ഐഡിയാസൊക്കെ കിട്ടും. ഇതാണ് എൻ്റെ കോഡിങ് ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് തന്നെ വിഡ്രോ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നേരിട്ട് നമുക്ക് ഡി ബാങ്കിൻ്റെ വെബ്സൈറ്റ് വഴിയും ചെയ്യാം, അതല്ലാതെ പോളിഗൺ വഴി നമുക്ക് ചെയ്യാം. ഇത് പോളിഗണിൻ്റെ വെബ്സൈറ്റാണ്. അതിന് റൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മൾ ഡി ബാങ്കിൽ എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്യുന്നോ അതെല്ലാം തന്നെയും പോളിഗൺ ബ്ലോക്ക് ചെയിൻ വഴി ഇതിൻ്റെ അകത്തുകൂടി നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. സോ നമുക്ക് നമ്മുടെ സ്റ്റേക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാം. വിഡ്രോ വഴി നമുക്ക് എന്ത് ചെയ്യാം, വിഡ്രോ നേരിട്ട് ചെയ്യാം. ഡി ബാങ്ക് വഴി ചെയ്യുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. എങ്കിലും നാളെ ഒരു കാലത്ത് ഡി ബാങ്ക് ഇല്ലെങ്കിൽ പോലും നമുക്ക് ചെയ്യാം. അതിന് ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത് അവിടെ കണക്റ്റ് എന്ന് നിങ്ങൾ കണ്ടു കാണും. ആ കണക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വാലറ്റ്, ഇപ്പോൾ പോളിഗൺ ബ്ലോക്ക് ചെയിനിലാണ് നിൽക്കുന്നത്. ആ പോളിഗൺ ബ്ലോക്ക് ചെയിൻ നിങ്ങളുടെ വാലറ്റോട്ട് കണക്റ്റ് ചെയ്യുമ്പോഴേ വിഡ്രോ ചെയ്യുമ്പോൾ നമ്മുടെ ഫണ്ട് വാലറ്റിൽ വരത്തുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ വാലറ്റ് കണക്ട് ചെയ്യാനായിട്ട് ആ കണക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. കണക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതെങ്ങനെ വരും. ഈ സമയത്ത് മെറ്റാമാസ്കോ അല്ലെങ്കിൽ സേഫ്പാലോ പല വാലറ്റുകളും ഓട്ടോമാറ്റിക്കലി കാണിക്കും. ഇപ്പോൾ സേഫ്പാൽ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലേതാണോ വാലറ്റ് കാണിക്കുന്നത് അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണ നേരത്തെ ക്രിയേറ്റ് ന്യൂ വാലറ്റാണ് കൊടുത്തത്. പക്ഷെ നമ്മൾ ആൾറെഡി വാലറ്റ് ചെയ്തത് കൊണ്ട് ആ വാലറ്റിൻ്റെ നമ്മൾ നേരത്തെ സൂക്ഷിച്ച 12 വേർഡ്സ് വെച്ചിട്ട് പുതിയ വാലറ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ പുതിയതല്ല, എക്സിസ്റ്റിംഗ് വാലറ്റായിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ മെറ്റാമാസ്ക് ഡൗൺലോഡ് ചെയ്യുക. മെറ്റാമാസ്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അവിടെ ആൾറെഡി ഹാവ് വാലറ്റ് കാണും, അല്ലെങ്കിൽ ഇമ്പോർട്ട് എന്ന് കാണും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാലറ്റ് ആണെങ്കിൽ ഓരോ രീതിയിലായിരിക്കും കാണിക്കുക. അപ്പോൾ അതിൽ ക്രിയേറ്റ് ന്യൂ വാലറ്റ് അല്ല, ഒന്നുകിൽ ബൈ മിനമോണിക് ഫ്രൈസ് എന്നായിരിക്കും, അല്ലെങ്കിൽ ഇമ്പോർട്ട് ടോക്കൺ, അല്ലെങ്കിൽ ഐ ആൾറെഡി ഹാവ് എ വാലറ്റ്. അത് സെലക്ട് ചെയ്യുക. നമ്മുടെ 12 വേർഡ്സ് നമ്മൾ നേരത്തെ സൂക്ഷിച്ചത് അത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ആൾറെഡി ഉള്ള സേഫ്പാൽ വാലറ്റ് മെറ്റാമാസ്കായിട്ട് മാറുന്നു. അപ്പോൾ ആ മെറ്റാമാസ്കിനെ നമുക്കിവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മാത്രം മതി. അത് കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഇവിടെ കണക്റ്റഡ് എന്ന് കാണിക്കും. നിങ്ങൾക്ക് കാണാം കണക്റ്റഡ്. ഇനി നമുക്ക് ഇതുവഴി എങ്ങനെ വിഡ്രോ ചെയ്യാം, ഡി ബാങ്ക് ഇല്ലാതെ നമുക്ക് എങ്ങനെ വിഡ്രോ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അതിന് താഴോട്ട് വരിക. അപ്പോൾ അവിടെ വിഡ്രോ നിങ്ങൾക്ക് കാണാം 14ാമത്തെ പോയിൻ്റായിട്ട്. അപ്പോൾ അതിൽ ആദ്യ പേയബിൾ എമൗണ്ടിൽ എമൗണ്ട് കൊടുക്കുക. അതിൻ്റെ താഴെ എമൗണ്ട് യൂണിറ്റ് 256ൻ്റെ വലത് ഭാഗത്ത് കാണുന്ന പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ 10⁻18 എന്ന് സെലക്ട് ചെയ്യുക. 10⁻18 സെലക്ട് ചെയ്യുക. ആഡ് ക്ലിക്ക് ചെയ്യുക.
അതിനുശേഷം താഴെ ഫ്ലാഗ് ബാർ പൂൾ, ഇത് ഒരു സീക്രട്ട് കോഡാണ്. അതായത് നിങ്ങൾക്ക് ഡായി ആണ് വിഡ്രോ ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ ട്രൂത്ത് എന്ന് അടിക്കണം. ഇനി മാറ്റിക് ആണ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഫാൾസ് എന്ന് അടിക്കണം. സോ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കണക്ട് ചെയ്ത മെറ്റാമാസ്ക് അല്ലെങ്കിൽ സേഫ്പാൽ വാലറ്റിൽ ആ ഫണ്ട് അപ്പോൾ തന്നെ വരും. ഇപ്പോൾ മാറ്റിക് നല്ല കൊടുക്കേണ്ടത്. നമ്മൾ ചിലപ്പോൾ അറിയാതെ മാറ്റിക് എന്ന് കൊടുത്താൽ വിഡ്രോ സക്സസ് ആവില്ല. ഫാൾസ് എന്നാണ് കൊടുക്കേണ്ടത്, ട്രൂ ഫാൾസ്. അതിൽ ക്ലിക്ക് ചെയ്ത് റൈറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫണ്ട് അതിൽ വന്നിട്ടുണ്ടാകും. സോ ഇത്രയുമാണ് നമ്മൾ പോളിഗൺ ബ്ലോക്ക് ചെയിനിൽ നിന്ന് നേരിട്ട് വിഡ്രോ ചെയ്യേണ്ടത്. പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല. നിലവിൽ നമുക്ക് ഡി ബാങ്ക് എല്ലാം ലൈവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഇപ്പോൾ നമ്മുടെ ഡാഷ്ബോർഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഡാഷ്ബോർഡിൽ ഓൾറെഡി നമുക്ക് എത്ര നമ്മൾ സ്റ്റേക്ക് ചെയ്തു, നമുക്ക് വർക്ക് ചെയ്ത് കിട്ടിയ കമ്മീഷൻ റെഫറൽ റിവാർഡ് അതിൽ കാണിക്കും, അതിൻ്റെ ടോട്ടൽ കാണിക്കും. അതിലിപ്പോൾ നിലവിൽ ഡെയിലി എത്ര വെച്ചാണ് ഡായി അല്ലെങ്കിൽ മാറ്റിക് വരുന്നതെന്ന് കാണും. അവൈലബിൾ റിവാർഡ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വിഡ്രോ ചെയ്യാൻ പറ്റുന്ന എത്ര ഉണ്ടെന്ന് കാണും. ഇനി നമുക്ക് ആദ്യമായിട്ട് വിഡ്രോ ചെയ്യുന്നവർ ചെയ്യേണ്ട പ്രോസസ്സ് നിങ്ങൾക്ക് ഇതിൽ കാണാം, കാൽക്കുലേറ്റ് റിവാർഡ്. അതായത് നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ടീം വർക്ക് ചെയ്തിട്ട് നമുക്ക് കുറേ ഇൻകം എടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ കാൽക്കുലേറ്റ് റിവാർഡ് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബ്ലോക്ക് ചെയിനിൽ നിന്നാണ് ഡാറ്റ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഗ്യാസ് ഫീസ് കൊടുക്കണം, കൺഫേം കൊടുക്കുക. അത് കംപ്ലീറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അവൈലബിൾ റിവാർഡിൽ അതുവരെയുള്ളത് കാണിക്കും. ഇനി അത് വിഡ്രോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാം, ഇതിൽ ഏറ്റവും താഴെ 2 ഹെഡുണ്ട്. ആ ഹെഡിൽ ക്ലിക്ക് ചെയ്യുക. ഹെഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവൈലബിൾ ബോണസ് കാണിക്കും. അതിൽ ഏറ്റവും താഴെ നിങ്ങളിപ്പോൾ ഡായിയുടെ ഡാഷ്ബോർഡാണ് ക്ലിക്ക് ചെയ്തതെങ്കിൽ വിഡ്രോ ഡായി എന്നാണ് കാണിക്കുക. ഇതിപ്പോൾ മാറ്റിക്കിൻ്റെ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്തതുകൊണ്ട് വിഡ്രോ മാറ്റിക് കാണിക്കുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ബോണസ് നമ്മൾ ആൾറെഡി നേരത്തെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതിൽ മിനിമം 10, നമുക്ക് 10ന് മേളിൽ എത്ര വേണം ടൈപ്പ് ചെയ്യാം. മിനിമം 10 ഉണ്ടെങ്കിൽ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. സോ 10 കൊടുക്കുന്നു, വിഡ്രോ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഫണ്ട് ഓൺ ദ സ്പോട്ടിൽ നമ്മുടെ വാലറ്റിൽ വരുന്നു. സോ വാലറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ മാറ്റിക് അല്ലെങ്കിൽ ഡായി ഏതാണെന്ന് വെച്ചാൽ അതവിടെ വരും. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിനെ എങ്ങനെ നമുക്ക് ഒരു വ്യക്തിക്ക് സ്വയം ഇതിനെ INR ആക്കി മാറ്റാൻ നമുക്കൊന്ന് പഠിക്കാം. സോ അതിന് ചെയ്യേണ്ടത് നമ്മുടെ ബ്ലോക്ക് ചെയിൻ ആദ്യം ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ നിലവിൽ മാറ്റിക് പോളിഗനാണ് നമ്മളിവിടെ ബ്ലോക്ക് ചെയിനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എടുക്കുക. ഓൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള മാറ്റിക് അല്ലെങ്കിൽ ഡായിനെ നമുക്ക് ഏത് കോയിനാക്കി വേണമെങ്കിലും സ്വാപ്പ് ചെയ്യാം. സോ നമുക്കിപ്പോൾ വസീറക്സ് എന്ന് പറയുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ച് ഉണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് INR ആക്കാൻ സഹായിക്കുന്ന ഒരു എക്സ്ചേഞ്ചാണ്. ഇന്ത്യൻ രൂപയാക്കാനായിട്ട് ഏറ്റവും എളുപ്പമാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ എളുപ്പം TRC20 ആണ്. TRC20 എന്ന് പറയുന്നത് USDTയുടെ ട്രോൺ ബ്ലോക്ക് ചെയിനിലുള്ള ഒരു സ്റ്റേബിൾ കോയിനാണ്. ഇപ്പോൾ ഡായിയുടെയും USDTയുടെയും റേറ്റ് ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ അത് എങ്ങനെ കൺവേർട്ട് ചെയ്യും? നമ്മുടെ കയ്യിലുള്ളത് മാറ്റിക് ആയിരിക്കാം അല്ലെങ്കിൽ ഡായി ആയിരിക്കാം. അതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്ത് USDT TRC20 ആക്കാൻ നമുക്ക് നോക്കാം. അതിന് ചെയ്യേണ്ടത് നമ്മുടെ ഹോം പേജിൽ ഡായി അല്ലെങ്കിൽ മാറ്റിക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ സ്വാപ്പ്, റിസീവ്, സെൻഡ് കാണും. അതിൽ സ്വാപ്പിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ മാറ്റിക് ആണെങ്കിൽ അവിടെ താഴെ നമുക്ക് സെലക്ഷൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ USDT TRC20 അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ആക്കി മാറ്റേണ്ടത് അതവിടെ ടൈപ്പ് ചെയ്യുക. അതിന് ശേഷം മുകളിൽ മാറ്റിക്കിൻ്റെ വലത് ഭാഗത്ത് കാണുന്ന മാക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ മാറ്റിക്കും TRC ആയിട്ട് മാറും. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു എമൗണ്ട് അവിടെ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 150 മാറ്റിക് ഉണ്ട്. തൽക്കാലം 100 മാറ്റിക്കിൻ്റെ ക്യാഷ് ആക്കിയാൽ മതിയെന്നുണ്ടെങ്കിൽ 100 മാറ്റിക് ടൈപ്പ് ചെയ്യുക. ആ 100 മാറ്റിക്കിന് എത്ര USDT കാണുമെന്നുള്ളത് ഓട്ടോമാറ്റിക്കലി അതിൽ കാണിക്കും. പിന്നെ സ്വാപ്പിൽ ക്ലിക്ക് ചെയ്യുക. ഈ സ്വാപ്പിൻ്റെ താഴെ പ്രൊവൈഡർ ഇങ്ങനെ ചാങ്കല്ലി എന്നതിൽ കാണിക്കുന്നത് ഒരു എക്സ്ചേഞ്ചാണ്. അതുപോലെ വേറെ പല എക്സ്ചേഞ്ചുകളുണ്ട്. ഓരോന്നിൽ ഡിഫറൻറ്റ് റേറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. ചിലതിൽ ലാഭമായിരിക്കും, ചിലപ്പോൾ നഷ്ടമായിരിക്കും. അപ്പോൾ ഇതിൽ പ്രൊവൈഡർ നമുക്ക് സെലക്ട് ചെയ്യാം. നിങ്ങളതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇത്ര മാറ്റിക്കിന് കൂടുതൽ തരുന്ന ആര് എന്നുള്ളത് കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം സ്വാപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ സാധനം ഒരു 1 മിനിറ്റ്സിനുള്ളിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഡായി ആണെങ്കിലും മാറ്റിക് ആണെങ്കിലും നമ്മൾ ഡിസൈഡ് ഏതാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് അതായിട്ട് മാറും. സോ നമ്മളത് മാറിക്കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെങ്ങനെ നമുക്ക് എക്സ്ചേഞ്ച് കൊണ്ട് സെല്ല് ചെയ്യാം. അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്ന എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് വസീറക്സ് എന്ന് പറയുന്ന ഒരു എക്സ്ചേഞ്ചാണ്. സോ വസീറക്സ് ഒരു ഇന്ത്യൻ എക്സ്ചേഞ്ചാണ്. പലർക്കും ഉണ്ടാകും. ഇല്ല എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോവുക, ഡൗൺലോഡ് ചെയ്യുക, അതിൻ്റെ KYC കംപ്ലീറ്റ് ചെയ്യുക. സിമ്പിൾ പ്രോസസ്സാണ്, ഈസി ആയിട്ട് ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ധാരാളം വീഡിയോസ് ഉണ്ട്. ഹൗ ടു ഡു KYC ഇൻ വസീറക്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ മലയാളത്തിലുൾപ്പെടെ എല്ലാ ലാംഗ്വേജുകളിലും വീഡിയോസ് അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്ത് KYC കംപ്ലീറ്റ് ചെയ്യണം.
അതിനുശേഷം ബാങ്കിങ് ആൻഡ് പേയ്മെൻറ്റ് ആഡ് ചെയ്യണം. അതായത് നമ്മുടെ ബാങ്കിലാണല്ലോ പൈസ വരേണ്ടത്. അപ്പോൾ വസീറക്സിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം. അതുകൂടി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്ത് INR ആക്കി മാറ്റാൻ വസീറക്സ് വഴി പറ്റത്തുള്ളൂ. വസീറക്സ് കൂടാതെ ധാരാളം എക്സ്ചേഞ്ചുകൾ വേറെയുണ്ട്, എങ്കിലും ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ നമ്മൾ KYC കംപ്ലീറ്റ് ചെയ്തു, ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്തു, സക്സസ്ഫുൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സേഫ് പാലിൽ കിടക്കുന്ന USDT ഇവിടെ കൊണ്ട് നമുക്ക് സെല്ല് ചെയ്യാം. സെല്ല് ചെയ്ത് INR ആക്കി സ്പോട്ടിൽ നമുക്ക് വിഡ്രോ ചെയ്യാം. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ കിടക്കുന്ന സേഫ് പാലിൽ കിടക്കുന്ന നമ്മുടെ TRC20 USDTയെ നമ്മൾ വസീറക്സിലോട്ട് കൊണ്ടുപോകണം. അതിന് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് വസീറക്സിൽ നിന്നും നിങ്ങളുടെ TRC20 അഡ്രസ്സ് എടുക്കണം. അതെങ്ങനെ? ഫണ്ടിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് കാണാം ഏറ്റവും താഴെ വലത് ഭാഗത്ത് ഫണ്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഏറ്റവും മേലൊരു സെർച്ച് ബാർ വരും. ആ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് USDT എന്ന് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്യുമ്പോൾ തൊട്ട് താഴെ USDT ടെതർ USD വരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും താഴെ ഡെപ്പോസിറ്റ് വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ERC20 ആണ് ഓട്ടോമാറ്റിക്കലി കാണിക്കുന്നത്. നമുക്ക് ആ അഡ്രസ്സ് അല്ല വേണ്ടത്. അതിൻ്റെ വലത് ഭാഗത്ത് കാണുന്ന TRC20 സെലക്ട് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ Tയിൽ തുടങ്ങുന്ന അഡ്രസ്സ് നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ പറ്റും. ആ കാണുന്ന പച്ച ബട്ടണിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ അത് കോപ്പി ആവും. കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് സേഫ് പാലിൽ നിന്നും നമ്മുടെ TRC20യെ ഇവിടെ കൊണ്ടുവരാം. അതിന് ചെയ്യേണ്ടത് നമ്മൾ TRC20 ക്ലിക്ക് ചെയ്യുക. അതിൽ സെൻഡിൽ ക്ലിക്ക് ചെയ്യുക. സെൻഡിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അഡ്രസ്സ് ചോദിക്കും. ഇതാണ് നമ്മൾ വസീറക്സിൽ നിന്ന് കോപ്പി ചെയ്തത്. ആ എൻ്റർ ദ അഡ്രസ്സിൽ അത് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം താഴെ നിങ്ങളുടെ എമൗണ്ട് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ മാക്സിൽ ക്ലിക്ക് ചെയ്താൽ മുഴുവനായിട്ടും സെൻഡ് ആവും. അതിനുശേഷം നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് സെൻഡ് ആവും. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഓരോ ട്രാൻസാക്ഷന് ഗ്യാസ് ഫീസ് ഉണ്ട്. അത് ചിലപ്പോൾ മാറ്റിക്കിലായിരിക്കും ഗ്യാസ് ഫീസ് കട്ടാവുന്നത്, അല്ലെങ്കിൽ BNBയിലായിരിക്കും. അത് ഓരോ വാലറ്റിനും ഒരു ഗ്യാസ് ഫീസ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ വാലറ്റിൽ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ ഇത് സക്സസ് ആവുള്ളൂ. അപ്പോൾ അത് സക്സസ് ആയി അത് വസീറക്സിൽ എത്താനായിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് മാക്സിമം എടുക്കും. അത് നിങ്ങളുടെ ഫണ്ടിൽ USDTയിൽ നിങ്ങൾക്ക് ആ ഫണ്ട് കാണും. ഇനിയാണ് നമ്മുടെ അടുത്ത മെയിൻ പ്രോസസ്സ് വരുന്നത്. ഈ USDTയെ സെല്ല് ചെയ്ത് INR ആക്കിയതിന് ശേഷം INRനെ വിഡ്രോ ചെയ്ത് ബാങ്കിലാക്കണം. വളരെ ഈസി സ്റ്റെപ്പാണ്. ഈ എക്സ്ചേഞ്ചിൽ ഏറ്റവും താഴെ കാണുന്ന എക്സ്ചേഞ്ചിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഹോം പേജിൽ ഏറ്റവും താഴെ എക്സ്ചേഞ്ച്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് USDT കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് USDT കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബൈ സെല്ല് വരും. സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു പേജ് വരും. ഇവിടെയാണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലൈവ് റേറ്റ് കാണിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വില കൂട്ടി ഓർഡർ ഇട്ട് വയ്ക്കാം. ചിലപ്പോൾ ടൈം എടുക്കും. അപ്പോൾ സ്പോട്ടിൽ തന്നെ വിൽക്കണമെന്നുണ്ടെങ്കിൽ ലൈവ് റേറ്റ് ഏതാണോ അത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ 89.7677 അങ്ങനെ ലൈവ് റേറ്റ് ഉണ്ട്. അത് ടൈപ്പ് ചെയ്യുക. താഴെ എമൗണ്ട് USDT ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ 100% ക്ലിക്ക് ചെയ്യുമ്പോൾ മുഴുവനായിട്ടും വരും. അതിനുശേഷം അതിൻ്റെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ INR എത്രയെന്ന് കാണിക്കും. അതിൻ്റെ താഴെ സെൽ USDT ക്ലിക്ക് ചെയ്യുക, കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ സ്പോട്ടിൽ തന്നെ സെല്ലാവും. ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് അറിയാനായിട്ട് ഈ ഓർഡേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. ഓർഡേഴ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആൾറെഡി ഓപ്പൺ ആണ്, അത് സെൽ ഔട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ ഓപ്പൺ ഓർഡേഴ്സിൽ കാണിക്കും. അതല്ല ആൾറെഡി സെൽ ഔട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ്റ്റ് ഓർഡേഴ്സിൽ കാണിക്കും. ഇവിടെ 100% കാണിക്കും. സോ അത് നമ്മുടെ ഹോം പേജിൽ ഫണ്ടിൽ INR ആയിട്ട് വന്നിട്ടുണ്ടാവും. സോ ഇനി ഇതിനെ വിഡ്രോ ചെയ്യുന്ന പ്രോസസ്സാണ്. INRൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ വിഡ്രോയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും IMPS ട്രാൻസാക്ഷൻ ആണ് ഓപ്ഷനായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആൾറെഡി ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളവിടെ കാണിക്കും. നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും IFSC കാർഡും കാണിക്കും. അതിനുശേഷം താഴെ INR എമൗണ്ട് ടൈപ്പ് ചെയ്യുക. വിഡ്രോ ആൾ കൊടുത്തതിന് മുഴുവനായിട്ട് വരും. ഇല്ല നിങ്ങൾക്ക് പരീക്ഷണാർത്ഥമാണെങ്കിൽ ഒരു 1000 രൂപയോ മറ്റോ ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് ചെയ്യുന്നവർ റിമാർക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക, വിഡ്രോ കൊടുക്കുക. കൊടുക്കുമ്പോൾ ഒരു OTP, നിങ്ങൾ വസീറക്സിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിൽ ഒരു OTP വരും. അത് കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിലോട്ട് ഈ സമയത്ത് നിങ്ങളുടെ ഇമെയിൽ ഒരു വെരിഫിക്കേഷൻ മെയിൽ കൂടി പോയിട്ടുണ്ടാവും. അതുകൂടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ നിങ്ങളുടെ ബാങ്കിൽ ക്യാഷ് വരും. സോ ഇത്രയുമാണ് ഇതിൻ്റെ പ്രോസസ്സ്. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചെറിയ എമൗണ്ടൊക്കെ ട്രൈ ചെയ്ത് പഠിക്കുക. പിന്നെ വളരെ ഈസി ആയിട്ട് തോന്നും. വസീറക്സിൽ ഇതേപോലെ ഏത് കറൻസി നമുക്ക് ഇതേപോലെ വാങ്ങാൻ പറ്റും. അതിന് നമ്മൾ നേരത്തെ സെല്ലിലാണ് ക്ലിക്ക് ചെയ്തത്. ഇപ്പോൾ USDT സെലക്ട് ചെയ്തു, സെല്ലിൽ ക്ലിക്ക് ചെയ്തു. ഇനി നിങ്ങൾക്ക് അതുപോലെ ബിറ്റ്കോയിൻ മേടിക്കണമെങ്കിലോ എതേറിയം മേടിക്കണമെങ്കിലോ ബൈയിൽ ക്ലിക്ക് ചെയ്യുക. പക്ഷേ അതിനു മുമ്പ് നമ്മൾ INR ഡിപ്പോസിറ്റാണ് ചെയ്യേണ്ടത്. നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത് INR ബോക്സിൽ ഉണ്ടെങ്കിൽ നമുക്കത് വാങ്ങാൻ പറ്റൂ. അത് നമ്മൾ നേരത്തെ കണ്ടു. INRൽ നമ്മൾ വിഡ്രോയിൽ ക്ലിക്ക് ചെയ്തതിന് പകരം ഡിപ്പോസിറ്റിൽ ക്ലിക്ക് ചെയ്യാം.
ഇവിടെ കാണുന്ന ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ബാങ്കിൽ നിന്ന് ഇതിലോട്ട് മാറ്റാനുള്ള ഫോർമാലിറ്റി എല്ലാം പഠിക്കുക. അത് ആയിക്കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബിറ്റ്കോയിനോ എതേറിയമോ മാറ്റിക്കോ ഏതും മേടിക്കാം. സോ ഇത്രയുമാണ് ഇതിൻ്റെ ടോട്ടൽ പ്രോസസ്സ്. ഇത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത വ്യക്തിയോട് സംസാരിച്ചിട്ട് ക്ലാരിറ്റി വരുത്തുക. ഒരിക്കൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡി ബാങ്കിൻ്റെ എല്ലാ വിഡ്രോവലും തനിയെ നമുക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.